ഹലോ മച്ചാനെ, അപ്പം നമ്മുടെ പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം, വെൽക്കം. അതെ, അപ്പം ഇന്ന് നമ്മൾ ആർസെനലുമായിട്ടുണ്ട് മാച്ച്. നമുക്ക് ടീമിനൊന്ന് ചെക്ക് ചെയ്യാൻ തന്നെ എല്ലാവരും കൂട്ടുപോവാ. ഹാരി കെയ്ൻ, ഹക്കീമി, റൂബൻ ഡിയാസ്, ലൂൺ ഡിയാസ് എല്ലാവരും അവിടെ പ്രിപ്പയർ ആവുകയാണ് ഓരോ മാച്ച് വേണ്ടി. ഓക്കെ, നമുക്കിവിടെ എനർജി അവർക്ക് ആവശ്യമില്ല, അവർ ഫുള്ളാണ് ഓൾറെഡി. ഓക്കെ, ലാസ്റ്റ് ടൈം നമ്മൾ ടോപ്പ് സ്കോറായിട്ട് 7 ഗോൾ അടിച്ചുകൊണ്ട്, പിന്നെ 2 ഗോൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത് നമ്മളായിരുന്നു ബെൻഫിക്ക ആയിട്ടായിരുന്നു. പിന്നെ ഈ മാച്ചിൽ നമ്മൾ ടോപ്പ് ഓഫ് ദ ലീഗാണ്. പോർട്ടോ ആയിട്ടായിരുന്നു നമ്മുടെ മാച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ മാച്ച് ആർസെനലുമായിട്ടാണ്. ആർസെനലുമായിട്ടുള്ള മാച്ച് നമുക്ക് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ഓഫ് ദ ലീഗ് സ്റ്റില്ലാണ്. അതിന് എത്ര വീഡിയോസ് ഇട്ടിട്ടായിരിക്കും ഇത് കംപ്ലീറ്റ് ആകാൻ പോകുന്നത് എനിക്കറിയത്തില്ല. പാർട്ടിലായിട്ട് കംപ്ലീറ്റ് ആകുന്നത്. പക്ഷേ നിങ്ങളുടെ ലാസ്റ്റ് അടിപിടിക്കുന്ന നല്ല സപ്പോർട്ട് ഉണ്ട് ഗെയിമേഴ്സിനെ. പിന്നെ ഇന്നലെ ഇടാൻ പറ്റാത്തത് ഫ്രൈഡേ ആയിരുന്നു, ബിക്കോസ് എല്ലാം സെറ്റാക്കി വരുന്നുള്ളൂ. എല്ലാ ഫ്രൈഡേ യൂണിച്ചാൽ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് അറ്റാക്ക് ഹാളിൻ്റെ വക്കും മിസ്സായി. ഓക്കെ, സലിബ ബോൾ കിട്ടി, പക്ഷെ അല്ല. ഓ, നല്ലൊരു ഷോട്ട് ബൈ ആർസെനലിൻ്റെ ജോക്കേഴ്സ് പ്ലെയർ. ആൻഡ് ഹാളണ്ട് അത് ട്രൈ അടിച്ചെടുക്കാൻ പറ്റിയില്ല. ആൻഡ് വിറ്റിനെ ട്രൈ ടു ഗെറ്റ് ബാക്ക്. റോഡ്രി അവിടെ ഉണ്ട്. ന്യൂന മെനസ് കിട്ടിയത് എഡിസന് പാസ് ചെയ്തു. എഡിസന് നമ്മൾ പഴയ എഡിസനെ കിട്ടിയത് കുറച്ച് നല്ലതായിരുന്നു. ഓൾസോ ഇതാ അടുത്തൊരു നല്ലൊരു സേവ്. ഗൈസ്, ഫുട്ബോൾ മാച്ച് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ്. ഇന്നോ നാളെയായിട്ട് അപ്ലോഡ് ചെയ്തായിരിക്കും. ആൻഡ് എംബാപ്പേ, വാട്ട് എ സ്ട്രൈക്ക്. നമ്മൾ അവിടുത്തെ ഗോൾ ചാൻസ് കൂടുതൽ. നമുക്ക് ആ ഷോട്ടൊന്ന് കാണാം. ലുക്ക്, അതൊരു നിയർലി മിസ്സായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാമെന്ന്. ഹാളണ്ട് സെക്കൻഡ് ചാൻസ്. ആൻഡ് എംബാപ്പെ കൊടുക്കുന്നു. അത് ലേറ്റ് പാസ് ആയിപ്പോയി, ഇച്ചിരി പവർ കൂടിപ്പോയി, അതുകൊണ്ട് മിസ്സായി. അതുകൊണ്ട് ബോൾ ലോസ് അടിച്ചിരിക്കുന്നു. അപ്പം ഹാളണ്ട് കൊടുക്കുന്നു. ഹാളണ്ട് ഒരു ഔട്ട്സൈഡ് ഫ്രം ഷോട്ട് അഗെയിൻ. കുറേ ഷോട്ടുകൾ ട്രൈ അടിക്കുന്നത്, 2 എംബാപ്പെ ആൻഡ് ഹാളണ്ട് ട്രൈ അടിക്കുന്നത് അവരുടെ ബെസ്റ്റ്. പക്ഷേ ബോക്സിനൊക്കെ തീ മാത്രം പോകുന്നില്ല. ലാസ്റ്റ് 2 വീഡിയോ നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. പുതിയതായിട്ട് വരുന്നവരെല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് കളി കണ്ടിട്ട് ചെയ്യാം. അപ്പം ഇതൊരു ഗോൾ കൺസിഡർ ചെയ്യാൻ പറ്റാത്തൊരു മാൻ സിറ്റിയാണ്. ഐ മീൻ ഗോൾ അടിക്കാൻ പറ്റാത്ത റെമിൻ FC ആണ് ഗൈസ്. ഇന്ന് മാൻ സിറ്റി വേഴ്സസ് ചെൽസി മാച്ച് ഉണ്ട്. എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. 50 സബ്സ്ക്രൈബേഴ്സ് ചെയ്താലാണ് ലൈവ് സ്ട്രീം. അന്നേരം നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ ഇതാണ് നെയിം കിട്ടുന്നില്ല, എന്താ ലൈവ് സ്ട്രീം ചെയ്ത് ഫുട്ബോൾ മാച്ചൊക്കെ കാണാൻ പറ്റുന്നത് നോക്കാൻ പറ്റും. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കാണിക്കുക, അവരെ സബ്സ്ക്രൈബ് ചെയ്യും. ഗോഡ്, ബിക്കോസ് അത് ഓൾസോ മിസ്സാൻ ചാൻസ് കൂടുതലുണ്ട്. ബിക്കോസ് ആ ഒരു ആംഗിളിൽ നിന്ന് അടിക്കുന്നത് നല്ല ഹാർഡാണ്. ഓൾസോ ഇതൊരു ഗെയിമും കൂടിയാണ്. DNS അത്ര ഷൂട്ട് അടിക്കുന്ന ഗെയിമാണ്, അതുകൊണ്ട് മാറി തട്ടുന്നു. അത് ഹാളിനോട് ഓൾസോ മിസ്സാക്കാൻ പോകുന്ന പോയായിരുന്നു. ആൻഡ് ഈ പാസ് ലെഫ്റ്റിലുള്ള അവന് വരുന്നത്. ആൻഡ് നല്ലൊരു ക്രോസ്. പക്ഷേ സലീബ് കിടുന്നു. സലീബ് പാസ് ചെയ്തു. ആൻഡ് ഒരു കൗണ്ടർ അറ്റാക്കിന് ചാൻസ്, ബിഗ് ചാൻസ്. ആൻഡ് ഒരു മിസ് അത് സേവ് ചെയ്തു. ആൻഡ് എംബാപ്പെ എവിടെ ഉണ്ട്? എംബാപ്പയ്ക്ക് അത് കിട്ടിയതില്ല.
ഈ മാച്ച് നീലേക്ക് കഴിയുമെന്ന് തോന്നുന്നു. ആൻഡ് ക്ലിയർ അടിക്കും. ഓക്കെ, എംബാപ്പ എവിടെയുണ്ട്? അത് നല്ലൊരു വാട്ട് എ പാസ്. അൺലക്കി. സെന്ററിലോട്ട് കളിക്കുന്നു. ടെക്ലറൈസ് പാസ് കൊടുത്തുകൊണ്ട് ആരാണ് അത്? പേര് കാണിച്ചില്ല. ഓക്കെ, ഒരു ഷോട്ട്. എഡിസൺ നല്ലൊരു സേഫ്. അതായി ഏകദേശം മാച്ച് തീരാറാകുന്ന സമയമാകുന്നു. ഇനി 15 സെക്കൻഡിൽ ഗോൾ അടിക്കണം. മിനിറ്റിൽ നമുക്ക് നോക്കാം എന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന്. നാലാമത് ജസ്റ്റ് മിസ്സാകുന്നു. നല്ലൊരു ക്രോസിനുള്ള ചാൻസ് കൂടുതൽ. നല്ലൊരു ഡിഫെൻസ് ചെയ്യുന്നു. ഗോൾ കീപ്പർ അത് ബൂട്ട് ചെയ്ത് കളയുന്നു. ആൻഡ് വിനി സ്ട്രൈക്കർ പാസ് ചെയ്ത് നോക്കുന്നു. പക്ഷേ ഡിഫൻഡർ അവിടെ എപ്പോഴും അങ്ങനെ ഈ മാച്ച് ഡ്രോ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. വിസിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഡ്രോ പിടിച്ചിരിക്കുന്നത്. അപ്പം 90th മിനിറ്റ് ആയിരിക്കുന്നു. 4 ഷോട്ട്സ് അങ്ങനെ ആയിരിക്കുന്നു. ആർസണൽ ടീം പ്ലെയർ ഓഫ് ദ മാച്ച്. ടോപ്പ് ഓഫ് ദ ലീഗ് സ്റ്റിൽ റേമൻ FC ആണ്. ഫസ്റ്റ് മാച്ച് ഡ്രോ ആണെങ്കിൽ സെക്കൻഡ് മാച്ച് നമുക്ക് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് മാച്ച് എവേ മാച്ചാണ്. ഗ്രൂപ്പ് സ്റ്റേജ് ഗോപൽ ആരിതാന്ന് തോന്നുന്നു. ആൻഡ് here we go. ഈ മാച്ചിൽ ഡ്രോ പിടിച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ലീഗ് ആകാൻ പറ്റും. ജയിച്ചു കഴിഞ്ഞാൽ 100% qualify for the round 1. റൗണ്ട് 16 റൗണ്ട് 1 ക്വാളിഫൈ ആകാൻ പറ്റും. മിസ് പാസ് ആളത് അടിക്കുന്നു. എടുക്കാൻ പറ്റുന്നില്ല. അതൊരു ബൂട്ട് ക്ലിയറൻസ്. അതർ ടീമിൽ ആ ഒരു ടീം നന്നായി കളിക്കാൻ നോക്കുന്നുണ്ട്. ക്ലിയറൻസ് എംബാപ്പയുടെ കയ്യിലോട്ട് ഇടുമ്പോൾ അതിനൊരു കുഞ്ഞ് ടാപ്പിംഗ് ക്രോസിലൂടെ ആ ബോൾ കിട്ടുന്നില്ല. ഹാളണ്ടിൽ വാട്ട് ഡിഫൻസ് ആയിരുന്നു. എംബാപ്പയ്ക്ക് പാസ് ചെയ്യാൻ നോക്കിയ ബോൾ മിസ്സാകുന്നു. ലെഫ്റ്റിൽ നിന്ന് ഒരു വിനിയുടെ ടാക്കിൾ നടന്നു കഴിഞ്ഞാൽ അവർ ആ ക്രോസ് ചാൻസ്. വിനി നല്ല ടാക്കിൾ ക്രോസിന് കൃത്യസമയത്ത്. ഓക്കെ, അവർക്ക് എനർജി കൊടുക്കാൻ വന്നു പോയേക്കുന്നു. അതുകൊണ്ട് ഈ മാച്ച് പൊട്ടായിട്ട് കളിക്കാൻ ചാൻസ് കൂടുതൽ. ആൻഡ് വിനിയുടെ ആൻഡ് ഹാളിന് പാസ് ചെയ്യുന്നു. ഹാളൻഡ് ക്രോസ് ഗോൾ അടിച്ചുകൊണ്ട് പൊളി ഹെഡിലൂടെ ഹാളൻഡ് ഫസ്റ്റ് ഗോൾ ചെയ്യുന്നുണ്ട്. അവർ കൂടുതൽ ചാൻസ് ടു ക്വാളിഫൈ ദ റൗണ്ട് 1 ചാൻസ്. അത് എവിടെയാണ് നമ്മൾ കണ്ടത്? അതൊരു ഗോളിൽ ഇവിടെ വരെ ഒരു നല്ലൊരു അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഒരു ക്രോസ്. വാവ് ഹാളൻഡിന്റെ രണ്ടാമത്തെ അറ്റാക്ക്. ഒരു നല്ല ഡിഫൻസ്. അതൊരു ക്രാഷ് ആയിരുന്നു. പക്ഷേ സ്റ്റിൽ അവരുടെ ബോൾ എടുക്കുന്നു. ആൻഡ് ഹാളൻഡ് നല്ല ചാൻസ് ഉണ്ടത്. പക്ഷെ അത് ഹാഫ് ടൈം ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. Okay, let's see what's gonna happen. What a dribble അടിച്ചുകൊണ്ട് ആൻഡ് ഫേക്ക് ആവുന്നില്ല. റോഡ്രി പുള്ളി ഷോട്ടിട്ട് അടിക്കുന്നു. പക്ഷെ അതൊരു പൊളി ഡിഫൻസിലൂടെ അത് ഹാളൻഡ് ആ ബോൾ എടുക്കുന്നു. ജസ്റ്റ് മിസ്. അതൊരു
ആ ബോളിൻ്റെയും പ്ലെയറിൻ്റെ എടുക്കൂടെ പോകുന്നൊരു ഇതാ. ഓക്കെ, ക്ലിയറൻസ്. എംബാപ്പെ അവിടെ ബോളുണ്ട് ആൻഡ് ഹീസ് ഓൺ ദ അറ്റാക്ക്. ഹാളണ്ട് അവിടെ ഫ്രീ ആണ്. ഹാളണ്ടിന്റെ സെക്കൻഡ് ക്രോസ്, ഗോൾ. ഹാളണ്ട് അവന്റെ സെക്കൻഡ് ഗോൾ പിറപ്പിക്കുന്നു. നമുക്ക് അത് നോക്കാം. ലുക്ക് അറ്റ് ദ ഹെഡർ, 2 ഹെഡറിലാണ് ഗോൾ അടിക്കുന്നത്. ഹാളണ്ട് ഇതുപോലത്തെ ഇന്നത്തെ മാച്ചിലും ഗോൾ അടിക്കുന്നു. നമുക്ക് നോക്കാം, ഇത് അവൻ ഹാട്രിക്കിന് അടിക്കാൻ ചാൻസ് ഉണ്ട് നോക്കാം. ഓ ഓ ഹാളണ്ട്, ഹാളണ്ട് നല്ലൊരു അറ്റാക്ക് കൊടുത്തു. പക്ഷേ അതൊരു എന്താണ് ഗോൾ. ഓ അവിടെ സൈഡിൽ പോകുന്നൊരു നല്ലൊരു ടാക്കിലൂടെ. ഓ നല്ലൊരു അറ്റാക്ക്. മിസ്. അവർ അവിടെ എന്താ സംഭവിച്ചത്? ഒരാൾ തെരി വീഴുന്നു, എന്നിട്ട് അടുത്ത ടാക്കിൾ ചെയ്യാൻ വരുന്നു, പക്ഷെ പറ്റുന്നില്ല. എന്നിട്ട് ഔട്ട് സൈഡിലൂടെ പോകുന്നു. അത് കോർണറാണോ? അല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, വിനിയുടെ സ്കില്ലുകൾ അടുത്ത ക്രോസ് ടൂർണമെന്റ്സ്. പക്ഷേ അത് ലീവ് അടിച്ചുകൊണ്ട് വിനിക്ക് കൊടുക്കുന്നു. എല്ലോ കാർഡ് കിട്ടുന്നു. വിനിയുടെ ഒന്നൊരു ക്രോസ്. ഹാളണ്ട് ഒന്നുകൂടെ ഉണ്ട്. ഗോൾ! ഈ സീസണിലെ ഫസ്റ്റ് ഹാട്രിക് ആണ് നമ്മുടെ ഹാളണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. 70th മിനിറ്റ്. നിങ്ങൾ ഇത് കാണുക. അവർ ക്വാളിഫൈഡ് ആകാൻ 100% ചാൻസ് കൂടുതലാണ്. ഇനി ഒരു കംബാക്കിന് ഒരു ചാൻസും ഇല്ല. And trying to pass goalkeeper punches base pass. They got a good chance and goalkeeper have the ball and pass to a defender and defender boots the ball and Kylian Mbappe is there. He got the ball but the attack is there and just മിസ്സിലൂടെ ആ ബോൾ അവർ സേവ് ചെയ്തു. നമുക്ക് ആ ഒരു ഹെഡറിലൂടെ നല്ലൊരു പറ്റത്തില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഹാളണ്ട് ഈ സീസണിലെ ഫസ്റ്റ് ഹാട്രിക് ഈസ് ഫോർ ഹാളണ്ട്. 3 ഹെഡറാണ്. 2 വിനി, 1 ഹാളണ്ട്. അവർ ജയിച്ചിരിക്കുന്നത്. Look at the celebration. They say come on, look at hard player of the match and look at 8.9 score. 2 അസിസ്റ്റ് കൂടെ കൊടുക്കുന്നത് അവൻ പ്ലെയർ ഓഫ് ദ മാച്ച് ചാൻസ് കൂടുതൽ. ഓക്കെ, അവർ നമുക്ക് കിട്ടി എന്താണ് ഇത് പോയിന്റ് പോലെ. നമുക്ക് അവർക്ക് എല്ലാവർക്കും റാങ്കപ്പ് ചെയ്യാം. ലാസ്റ്റ് മാച്ചിൽ അവർ നന്നായി കളിച്ചു. നമുക്ക് ഇവിടെ ടോപ്പ് സ്കോറർ സ്റ്റിൽ 7 ഗോൾ അടിച്ചുകൊണ്ട്. നമ്മുടെ ഗോസ്പെല്ലാണ് നോക്കുവാണെങ്കിൽ ഹാളണ്ട് 3 ഗോള് 2 മാച്ചിൽ 3 ഗോൾ അടിച്ചുകൊണ്ട്. ലാസ്റ്റ് ഇവിടുത്തെ 1 ഗോൾ അടിച്ച് ഹാളണ്ട് അവിടെയുണ്ട്. അസിസ്റ്റായിട്ട് ന്യൂനോ മെൻഡസ് ഉണ്ട്. ദാസ് അവിടെ ഉള്ളൂ. റൂഡ്രിഗറാണ് ടോപ്പ്. 2 ഗോൾ അടിച്ച് ആ സൈഡ് ഡിഫൻഡർ ടോപ്പിലാണ് വേറാണ്. ഇതാണ് ഫസ്റ്റ് കൗണ്ടർ അറ്റാക്കിലൂടെ ചെൽസിനെ മേടിക്കുമ്പോൾ. ചെൽസിയുടെ ഒരു നല്ലൊരു ക്രോസ് ആൻഡ് ഫിനിഷ് there. What a defense is that? And Salim is there. Wow, 2 crosses, 2 saves by goalkeeper. What a touch. And നല്ലൊരു കൗണ്ടറായി. ഹാളണ്ട് ഈ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല ചാൻസ്. ഹാളണ്ട് ഷോട്ട്, മിസ് ഷോട്ട് ബൈ ഹാളണ്ട്. ഹാളണ്ട് ഇച്ചിരി ഫ്രണ്ടിൽ പോയത് ഗോൾ 100% ആണ്. ബട്ട് ഹാളണ്ട്
എന്താണ്? ഓ, ഹാളൻ. ഓ മൈ ഗോഡ്, 2 ചാൻസസ് ഹാൾഡ് കിട്ടി. മാറി തട്ടുന്നു ആൻഡ് ഗോൾ കീപ്പർ കാച്ചുന്നു. ഹാളന് ഈ മാച്ച് അൺലക്ക് എന്ന് പറഞ്ഞാൽ 2 അൺലക്കാണ് ഇപ്പൊ തന്നെ കിട്ടിയേക്കുന്നത്. ഓക്കെ, ഫേക്കടി ഹാളൻ. ഓക്കെ, ഹാളന് ബോൾ പണിയും ആൻഡ് പാസ് ടു റോഡറി. പക്ഷെ റോഡറിയുടെ ബോൾ മിസ്സാകുന്നു. And defenders try to get back. Oh, what a defense! The Saliba tackle. വിറ്റിരിക്കത്. ഓ, ഓക്കെ, അടുത്തൊരു അടിപൊളി ചാൻസ് കിട്ടുന്നു. ഓ, പക്ഷെ ഡിഫൻഡറാ ഇത്തവണ. ഡിഫൻഡർ ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എംബാപ്പയ്ക്ക് ഇനി ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ എംബാപ്പ അടിക്കാൻ കൂടുതൽ ചാൻസ്. ഹാളിന് 2 ചാൻസ് കൊടുത്തു, പക്ഷെ 2 മിസ്സാക്കി എന്ന് പറഞ്ഞാൽ നാളൊക്കെയാണ് ഫോർ ഹാളൻ. ഞാൻ പറയണേ ഹാളിന് ആ വിങ്ങി കളിക്കുന്ന കുറച്ചുകൂടെ ബാഡ് ലക്കാണ്. ബിക്കോസ് അവൻ ആ ഫുഡ് വെച്ച് ലൈക്ക് അവരാണ് ആ സൈഡിലാണ് നിൽക്കുന്നത്. പക്ഷേ ആസ് എ ഞാൻ ഇപ്പം കളിക്കുന്നത്, ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു അവൻ ലെഫ്റ്റ് എങ്കിലും കളിക്കുവാണെങ്കിൽ അവർ ഗോൾ ചാൻസ് കൂടാൻ ചാൻസ് കൂടുതലുണ്ട്. ഗോൾ ചാൻസസ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓ, ബാഡ് പാസ്. ഓക്കെ, ഓ, ഫാസ്റ്റ് ഹാഫ് ചെയ്യുന്നു. ഡ്രോ. ഇത് സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ചെയ്താൽ പറ്റുള്ളൂ. ഓർ അവർ ടേബിളിൽ നിന്ന് താഴോട്ട് പോയി ചാൻസ് കൂടുതലാണ്. ഇപ്പം അവിടെ ആർസെനൽ ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ലീഗ്. ഓക്കെ, ഇതായിരുന്നല്ലോ എംബാപ്പയ്ക്കൊരു ചാൻസ്. ബട്ട് അവന് പാസ് ഇച്ചിരി പവർ കൊണ്ടുപോയതിനെ ഗോൾ കയറാൻ. And Haaland, good chance. Haaland. കുക്കുറയിലൊരു ഡിഫൻസ് ആയിരിക്കുന്നു. പക്ഷേ ക്രോസിങ് കൊടുത്ത ഹാളൻഡിൻ്റെ ഒരു ഹെഡർ കൊടുക്കാൻ നോക്കിയത് വിനീനെ കിട്ടുന്ന ബോൾ. And Haaland is there. അല്ല, എംബാപ്പെ ബോൾ കൊടുക്കുന്നു. പക്ഷേ എംബാപ്പയുടെ ഡ്രിബിൾ പറ്റുന്നില്ല. ആൻഡ് വിറ്റീരിയ ബോൾ കിട്ടുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു ക്രോസ് കൊടുത്ത ഗോൾ ചാൻസ് സൈഡിൽ വിങ്ങിലോട്ട് കളിക്കണം. ദാറ്റ് മീൻസ് ഓക്കെ. ഓ, നല്ലൊരു ഒരു ക്രോസ്, ഡിഫൻസ്, ഷോട്ട്. Wow. What just happened there? ഓക്കെ, ഇതാ ഓ, കൃത്യം ഗോൾ കീപ്പർ ഡിഫൻഡർ കാലിലോട്ട്. എനിക്കൊന്ന് വിങ്ങിലോട്ട് വെച്ചിട്ട് കളിക്കാൻ സേഫ് ആകും. ആൻഡ് നല്ലൊരു ക്രോസ് കൊടുക്കുന്നു. പക്ഷേ എംബാപ്പെ 80th മിനിറ്റ്. ഇത് ഡ്രോ പിടിച്ചാൽ ഓസ്ട്രേലിയ ടോപ്പായിരിക്കുന്നു. അതെ, ടോപ്പിലായിരിക്കും. ആൻഡ് ജയിച്ചു കഴിഞ്ഞാൽ 100% ടോപ്പിൽ. ഓ, കുക്കുറയിലേക്ക് ബോൾ കിട്ടുന്നില്ല. വിനി ഹെഡർ ചെയ്യുന്നു. നല്ലൊരു ത്രൂ. എംബാപ്പയ്ക്കൊരു വാട്ട് എ സേവ് ബൈ ഗോൾകീപ്പർ. ആര് സേവ് നടന്നില്ലെങ്കിൽ അതൊരു ഗോൾ കഴിച്ചായിരുന്നു. ഓക്കെ, ഇതാ എംബാപ്പെ പാസ് തിരിച്ച് കൊടുക്കുന്നു. ആൻഡ് ഹി ഈസ് ഓൺ ദ ഡ്രിബിൾ. വിറ്റീരിയ. ഓ മൈ ഗോഡ്, ആർസെനലും ചെൽസിയുമായിട്ട് ഡ്രോ പിടിക്കുന്നത്. ഇത്രയും മാച്ചിൽ 2 ഡ്രോയാണ് പഠിച്ചിരിക്കുന്നത്. ഇതിൽ ആ ഒരു ക്രോസ് നടന്നെങ്കിൽ അത് 100% ഇന്നത്തെ മാച്ച് ജയിക്കാൻ പോയത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ മാച്ചിൽ നമ്മൾ ചിൽ ടേബിൾ ടോപ്പേഴ്സ് ഇവിടെ ടേബിൾ ടോപ്പേഴ്സ്
നമ്മളടുത്ത മാച്ച് മിലാനുമായിട്ടുള്ള മാച്ചിൽ കാണാം.